അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തി, കുന്തു കൻസൻ മഖ്സിയൻ, ഞാൻ ഒരു അറിയപ്പെടാത്ത ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ. അല്ലാഹു പറയണം, നമ്മൾ ആർക്കാണെങ്കിലും ഒരു ബർത്ത്ഡേ, ഒരു ജനന സമയമുണ്ടാകും. എപ്പോൾ ജനിച്ചു എന്ന് നമുക്കൊക്കെ പറയാൻ സാധിക്കും. എന്നാൽ റഹ്മുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖദീമാണ്, ആദ്യമില്ലാത്തവനാണ്, പണ്ടേ ഉള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു പറയുന്നു, കുന്തു കൻസൻ മഖ്സിയൻ, ഞാൻ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു. ആരുമില്ലാതെ, കാരണം സൃഷ്ടികളെ പടക്കുന്നതിന് മുമ്പ് ആരുമില്ലല്ലോ, അല്ലാഹു മാത്രമാണ്. ഫഅഹ്ബബ്തു അൻ ഉറഫ, എന്നെ അറിയപ്പെടണം, അല്ലെങ്കിൽ എന്നെ കുറിച്ച് അറിയുന്ന ഒരു വിഭാഗം ഇവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അല്ലാഹു പറയുന്നു, ഫഅഹ്ബബ്തു അൻ ഉറഫ, എന്നെ കുറിച്ച് മനസ്സിലാക്കുന്ന, എന്നെ കുറിച്ച് അറിയുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖത്തുൽ ഖൽഖ, അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ പടച്ചത്, മനുഷ്യകുലത്തെ പടച്ചത്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ കുറിച്ച് അറിയുക, അല്ലാഹുവിന്റെ സൃഷ്ടികളിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കുക. അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അല്ലാഹുവാണ് നമുക്ക് ആരോഗ്യം നൽകുന്നത്, എല്ലാം അല്ലാഹുവാണ് നൽകുന്നത്. ഇവിടെ അല്ലാഹുവിന്റെ കൈവില്ലാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല. അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കിയ വിഭാഗമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. മഹാനായ ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കപ്പെടുന്ന നാമം തന്നെ സുൽത്താനുൽ ആരിഫീൻ എന്നാണ്. അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞ, മനസ്സിലാക്കിയ വ്യക്തികളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി. ആത്മീയ ലോകത്ത് അറിയപ്പെടുന്ന 4 നേതാക്കളുണ്ട്. അൽ-ഖുതാബുൽ അർബഅ എന്ന പേരിൽ അറിയപ്പെടുന്നു 4 കുതുബുകൾ. അതിൽപ്പെട്ട പ്രധാനിയാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വലിയ ഉന്നത സ്ഥാനമാണ്. ചെറുപ്പത്തിലെ കറാമത്ത് കാണിച്ച്, അത്ഭുതം കാണിച്ച്, ചെറുപ്പത്തിലെ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ആത്മീയ ലോകത്ത് തിളങ്ങി നിന്ന മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി. അവിടുന്ന് പ്രസവിക്കപ്പെടുന്നത് ഹിജറ 512-ലാണ്. 500-ലാണെന്നും അഭിപ്രായമുണ്ട്. കഴിഞ്ഞ മാസം നാം അനുസ്മരിച്ച മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെടുന്നത് 470-ലാണ്. അവിടുന്ന് വഫാത്താകുന്നത് 561-ലാണ്, അതല്ല 560-ലാണ്. എന്നാൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെടുന്നത് 500-ലാണെന്നും 512-ലാണെന്നും അഭിപ്രായമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അവരൊക്കെ ഏകദേശം ഒരേ കാലക്കാരാണ്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അവർ പല സദസ്സിലും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്നല്ല, മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് കുട്ടിയാകുന്ന സമയത്ത് തന്നെ പല അത്ഭുതങ്ങളും, ഇത് ഭാവിയുള്ള കുട്ടിയാണെന്ന് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരും ഒരിക്കലൊരു കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ശൈഖ് ജീലാനി തങ്ങളുടെ നേതൃത്വത്തിലാണ് യാത്രയുള്ളത്. ഒരു വലിയ സിയാറത്താണ്. ഈ യാത്രക്കിടയിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകളുടെ വക്കൽ അവർ കൊണ്ടുവന്നിരുന്ന വെള്ളം അങ്ങ് തീർന്നുപോയി. കുടിക്കാനുള്ള വെള്ളം തീർന്നു. അവർക്ക് വെള്ളം ആവശ്യമായി വന്നു. കടലിൽ നടുവിലെത്തിയിട്ടുണ്ട്, വെള്ളമില്ല. ദാഹിച്ചവശരായി നിൽക്കുമ്പോൾ അവരെല്ലാവരും കൂടി ശൈഖ് ജീലാനി തങ്ങളെ സമീപിക്കുകയാണ്. ശൈഖ് ജീലാനി തങ്ങൾ അടുത്തു വന്നാൽ അതിന് പരിഹാരമുണ്ടെന്ന് അവർക്കറിയാം. ശിഷ്യന്മാരെ എല്ലാവരും ചെന്നു, ഞങ്ങൾ കുടിക്കാൻ വെള്ളമില്ല. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവർക്ക് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം കൊടുക്കാൻ വേണ്ടി, കറാമത്ത് കൊണ്ട് വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കയ്യും ഇല്ലായ്മയിൽ നിന്ന് പടക്കുകയല്ല ചെയ്യുന്നത്, ഉള്ളതില്ലെന്ന് ഉപ്പ് രുചിയുള്ള വെള്ളം ശുദ്ധമായ വെള്ളമാക്കാനാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശ്രമിച്ചത്. പക്ഷേ ശൈഖ് ജീലാനി തങ്ങളങ്ങ് യാത്രക്കാരെന്ന് വീക്ഷിച്ചു നോക്കുമ്പോൾ അതിലൊരു കുട്ടിയുണ്ട്.
ആ കുട്ടി ഭാവിയുള്ള കുട്ടിയാണ്. ഏതാണ് കുട്ടി? മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ വലിയ ഭാവിയുള്ള കുട്ടിയാണെന്ന് ശൈഖ് ജീലാനി തങ്ങൾ അറിയുന്നു. ശൈഖ് ജീലാനി തങ്ങൾ മനസ്സിലാക്കുന്നു. ശൈഖ് ജീലാനി തങ്ങൾ തന്നെ സമീപിച്ചതായിരിക്കുന്ന ആളുകളോട് പറയുന്നു, നമ്മുടെ യാത്രയിൽ ഒരു കുട്ടിയുണ്ട്, നല്ല ഭാവിയുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ നിങ്ങൾ സമീപിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആവശ്യം കുട്ടി അടുത്ത് എന്നാൽ അത് നിറവേറുന്നതാണ്. അപ്പോൾ അവരെല്ലാം തേടി കബീറോട് ഉപ്പിനീർ തണ്ണീർ ആക്കിക്കൊടുത്തോവർ. മലയിൽ കാണാം. അവരെല്ലാവരും കൂടി ശൈഖ് ജീലാനി തങ്ങളുടെ നിർദ്ദേശപ്രകാരം മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അടുത്തേക്ക് ചെല്ലുന്നു. ശൈഖ് റിഫായി ശൈഖ് റളിയല്ലാഹു എന്ത് ചെയ്യുമെന്നറിയുമോ? ഉപ്പുരുചിയുള്ളതായിരുന്ന വെള്ളം എടുത്തുകൊണ്ട് ശുദ്ധമായ വെള്ളമാക്കി കൊടുത്തു. കണ്ടോ നിങ്ങൾ, ശൈഖ് ജീലാനി തങ്ങൾക്ക് ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ല, അല്ലെങ്കിൽ എന്നേക്കാൾ മറ്റുള്ള ഉയരുമോ എന്ന ചിന്തയുമില്ല. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് കരുതി റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ കയ്യിലൂടെ തന്നെ കറാമത്ത് പ്രകടിപ്പിക്കണമെന്ന് ശൈഖ് ജീലാനി തങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പലരും പല സദസ്സിലും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ശൈഖ് ജീലാനി തങ്ങൾ ജീവിച്ച അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു ജീവിച്ചത്. പക്ഷേ ഈ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ മഹത്വം മഹാനുകൾക്ക് ലഭിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കാരണമാണ് ശൈഖ് ജീലാനി റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ നല്ല നല്ല ആളുകളോട് ഇങ്ങനെ സഹവാസം. അത് നല്ലൊരു സ്വഭാവമാണ്. നമ്മുടെ കുട്ടികളൊക്കെ കൂട്ടുകൂടുന്നത് ആരോടൊക്കെയാണ് ഇത് നാം ശ്രദ്ധിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനം വന്നതിന് ശേഷം നിസ്കരിക്കാൻ, അതേപോലെ തന്നെ സ്വലാത്ത് മജ്‌ലിസിലും തഅലീമിങ്ങളും, അതുപോലെ തന്നെ ഇവിടെ അയൽവക്കത്തുള്ള ആളുകളൊക്കെ ഒരു നല്ലൊരു സഹവാസം നമ്മുടെ ഈ സ്ഥാപനം മുഖേന ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ ഖബൂലാക്കണം. അല്ലാഹ് അത് നല്ലൊരു ബറക്കത്താണ്, നല്ലവരോട് കൂട്ടുകൂടുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയായിരിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കലും ഒരു അറബി ചോദിച്ചില്ല, മത്തസ്സാഅ റസൂലല്ലാഹ്, എന്താ നബിയെ ഖിയാമത്ത് നാൾ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ അദത്തലഹ, ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് അന്വേഷിക്കുന്നു, എന്താ നീ അതിനെ തയ്യാറ് ചെയ്തത്? അപ്പോ ഈ വ്യക്തി പറഞ്ഞെന്താ അറിയോ, ഖിയാമത്ത് നാളിന് വേണ്ടി കൂടുതൽ സുന്നത്തായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, സുന്നത്തായ നോമ്പുകൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വലാകിൻ ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, എനിക്ക് അല്ലാഹുവോട് റസൂലിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടത് എന്താ അറിയോ, എന്നാൽ നീ അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടമാണെങ്കിൽ അന്തമായി നീ എന്റെ കൂടെയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല, അന്ത മഅ മൻ അഹബ്ബത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെയായിരിക്കും സ്വർഗ്ഗത്തിലും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഹദീസ് കേട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം സന്തോഷമുള്ള വാക്ക് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ആരെ സ്നേഹിച്ച അവരെ കൂടെയാണ്, കാരണം അവരൊക്കെ സ്നേഹിച്ചത് മുസ്ലിമിനെയാണ്. എന്നാൽ ഇവിടേക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇമാം ശൈറാനി തന്റെ തബഖാത്തിൽ പറയുന്നു, ലൗ അന്ന റജുലൻ ഖാമ ബൈന റുക്നി വൽ മഖാമി യഅബ്ദുല്ലാഹ 70 സന. ഒരു മനുഷ്യൻ മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് യഅബ്ദുല്ലാഹ 70 സന 70 വർഷം ഇബാദത്ത് കൊടുത്തു. എന്നാലും എത്ര വർഷം ഇബാദത്ത് എടുത്താലും, കാരണം മസ്ജിദുൽ ഹറാമിൽ ഇബാദത്ത് എടുത്താൽ ചെറിയ പ്രതിഫലമല്ലല്ലോ, 1,00,000 അല്ല, ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ അഭിപ്രായം 1 കോടി പ്രതിഫലമുണ്ട്. ഇത്രയും പ്രതിഫലമുള്ള പള്ളിയിൽ 70 വർഷം ജീവിച്ചു യഅബ്ദുല്ലാഹ 70 സന പുറത്തേക്ക് പോവാതെ. എന്നാലും ലൗ അന്ന റജുലൻ ഖാമ ബൈന റുക്നി വൽ മഖാമി യഅബ്ദുല്ലാഹ 70 വഹുവ യുഹിബ്ബു ളാലിമൻ. ഒരു ഇസ്ലാമിന്റെ വിരോധിയോട് അവർക്ക് സ്നേഹമുണ്ട്. ഇബാദത്തൊക്കെ ഉണ്ട്. 70 വർഷം മക്കത്ത് തന്നെയാണ്, മസ്ജിദുൽ ഹറാമിൽ തന്നെയാണ്. പക്ഷേ ഇസ്ലാമിന്റെ വിരോധിയോട്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയോട് ഒരാൾക്ക് മനസ്സിൽ വല്ലാത്ത ഇഷ്ടമുണ്ട് എങ്കിൽ
അവൻ എത്ര ഇബാദത്ത് എടുത്താലും അവൻ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ നല്ലൊരു കൂട്ടുകെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. അപ്പൊ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്താ പറയുക? നല്ല ആളുകളോട് കൂട്ടുകൂടും. മഹാനായ അബൂ മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹു പിന്നെ ചരിത്രത്തിൽ കാണാം വലിയ മഹത്തുള്ള ആളാണ്. ഈ അബൂ മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹുവിന് വലിയ ഉയർച്ചയുണ്ട്. അവരോട് ചോദിച്ചു ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അപ്പൊ പറഞ്ഞ എന്താ പറയുക? രണ്ട് കാര്യമാണ് പറഞ്ഞത്. എന്റെ ഈ ഉയർച്ചയിൽ, ആത്മീയ രംഗത്ത് ഉള്ള ഉയർച്ചയിൽ വലിയ പങ്ക് വഹിച്ചത് എനിക്ക് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, എവിടെ ഖബർസ്ഥാനി മുസ്ലിമീങ്ങൾ മറവിട്ടെടുക്കുന്ന ഖബർസ്ഥാനി കണ്ടാലും ഞാൻ അവിടെ ചെന്ന് സലാം പറയും. അത് അവർക്ക് വലിയൊരു സന്തോഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. നമ്മുടെ ദുആ, നമ്മുടെ സലാം അവർക്ക് ലഭിക്കുന്നത് ഈ ദുനിയാവിൽ ലഭിക്കുന്നതിനേക്കാളും അതിലുള്ള സർവ്വം ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈർ അവർക്ക് അതാണ്. അപ്പൊ ഞാൻ എവിടെ ഖബർസ്ഥാനി കണ്ടാലും അവിടെ ചെന്നൊരു സലാം പറയാതെ ഞാൻ പോരാറില്ല, അവരെ സന്തോഷിപ്പിക്കാതെ പോരാറില്ല. മറ്റൊന്ന് പറഞ്ഞത്, ഏത് പള്ളിയിൽ ചെന്നാലും മുതല്ലിമീങ്ങളുള്ള പള്ളിയിൽ ചെന്നാൽ ഞാൻ അവരോട് സലാം പറഞ്ഞുകൊണ്ട് സമ്പർക്കം പുലർത്താറുണ്ട്, സൗഹൃദം പുലർത്താറുണ്ട്. ദർസുള്ള ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് മുതല്ലിമിനെ കണ്ടാലും ഞാൻ സലാം ചൊല്ലാറ് എന്റെ പതിവാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത് എന്ന് മഹാനായ സയ്യിദുനാ അബൂ മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹു പറയുന്നു. അവൻ നല്ലവരെ കാണുമ്പോൾ സലാം പറയണം. സലാം പറയുന്ന ചെറിയ വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല സ്വഭാവം എന്താണ്? നല്ല ആളുകളെ സമീപിക്കാറുണ്ട്, ബർക്കത്ത് നേടാറുണ്ട്, നല്ല ആളുകളെ സിയാറത്ത് ചെയ്യാറുണ്ട്. പല മഹത്തുക്കളെയും അവിടുന്ന് സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഗുരുനാഥനാരാണ്? മഹാനായ അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു അൻഹു. അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു അൻഹു ആണ് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഉസ്താദ്, ഗുരുനാഥൻ. പലപ്പോഴും അവിടെ ചെന്ന് സന്ദർശിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, മഹാനായ അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു അൻഹുവിനോട് പല സൗഹൃദവും പങ്കിടാറുണ്ട്, പല നസീഹത്തും ഉപദേശവും കൊടുക്കാറുണ്ട്. മഹാനായ അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി കാണുകയാണ്. കണ്ട സമയത്ത് അവിടുന്ന് പലതും പറഞ്ഞു, സംഭാഷണം നടത്തി പിരിഞ്ഞപ്പോൾ ഔസിനി യാ ഉസ്താദി, ഉസ്താദേ എനിക്ക് നന്നാവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് നൽകണമെന്ന് തന്റെ ഉസ്താദിനോട് പറയുമ്പോൾ ഉസ്താദ് പറയുന്ന ഉപദേശം എന്താണ്? മോനെ അഹമ്മദ്, എനിക്ക് നിന്നോട് പറയാനുള്ള ആദ്യത്തെ ഉപദേശം മുൽതഫിത്തുൽ ലാ യസ്ലി വമുശക്കിക്കുൽ ലാ യഫ്ലിഹ് വമൻ ലം യഅരിഫ് അൻ ഔഖാതിഹി നഖ്സ ഫകുല്ലു ഔഖാതിഹി നഖ്സ. മുൽതഫിത്തുൽ ലാ യസ്ലി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നവൻ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. ഒരു വിഷയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് ഒരാൾ തുടങ്ങി കഴിഞ്ഞാൽ ആ ബിസിനസ് പൂർത്തീകരിക്കാൻ വിഷയങ്ങളിലും ശ്രദ്ധിക്കാതെ മറ്റൊരു ബിസിനസ്സിലേക്ക്, മറ്റൊരു കച്ചവടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ബിസിനസ് മെച്ചപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. നന്നാവാൻ വേണ്ടി ഒരു ഗുരുനാഥന്റെ കീഴിൽ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി മറ്റൊരു ശൈഖിനെ തേടിപ്പോകുന്നത് മുൽതഫിത്തുൽ ലാ യസ്ലി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നവൻ, തന്റെ സ്വന്തം കാര്യം ശ്രദ്ധിക്കാതെ, അതല്ലേ പലർക്കുമുള്ളത്, നമ്മുടെ സ്വന്തം വീഴ്ചകളൊന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ വീഴ്ചകൾ കണ്ടെത്തുന്ന പതിവാണ്. അവനെന്താണ് അങ്ങനെ ചെയ്യുന്നത്? സ്വന്തം തെറ്റുകുറ്റങ്ങൾ കാണാതെ, സ്വന്തം മൈനസുകൾ കാണാതെ, ഫൗളുകൾ കാണാതെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന, മറ്റുള്ളവരുടെ മൈനസ് പറയുന്ന സ്ഥിതിയാണ് നമുക്കുള്ളത്. അതാണ് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മുൽതഫിത്തുൽ ലാ യസ്ലി
അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നവൻ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. പിന്നീട് പറയുന്നു, സ്വയം സംശയിക്കുന്നവനും മറ്റുള്ളവരെ സംശയിപ്പിക്കുന്നവനും. പലർക്കും പലരെയും സംശയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് സംശയമാണ്, ഭർത്താവിന് ഭാര്യയെ കുറിച്ച് സംശയമാണ്, മക്കൾക്ക് ബാപ്പയെ കുറിച്ച് സംശയമാണ്. ഒരു സംശയത്തിന്റെ ലോകമാണ്. സ്വയം സംശയിക്കുന്നവനും മറ്റുള്ളവരെ സംശയിപ്പിക്കുന്നവനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഫിത്നയും ഫസാദും ഉണ്ടാക്കിക്കൊണ്ട് അതേ മറ്റുള്ളവരെ സംശയിപ്പിക്കുന്നവൻ ഒരിക്കലും വിജയിക്കുകയില്ല. നല്ലൊരു ഉപദേശം. എന്നിട്ട് പിന്നെ പറയുന്നു, സമയത്തിന്റെ വില മനസ്സിലാക്കണം. സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടെടുക്കാൻ കഴിയില്ല. സമയം നഷ്ടപ്പെടുന്നതിനുള്ള അതിനുള്ള കുറവ് മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവന്റെ എല്ലാ സമയവും നഷ്ടത്തിലായിരിക്കും. മഹാനായ റിഫായി ശൈഖ് ആദ്യം കൊടുത്ത ഉപദേശമാണ്, ഈ ഉപദേശം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോ ഈ ഉപദേശം കേട്ട് മനസ്സിലായി, ഇത് വല്ലാത്തൊരു ഉപദേശമാണല്ലോ. പല മേഖലകളിലേക്കും പല കാര്യത്തിലേക്കും വിരൽ ചൂണ്ടുന്ന ഉപദേശമായി റിഫായി ശൈഖ് മനസ്സിലായി. ഒരു വർഷത്തോളം ഈ ഉപദേശം അങ്ങ് ആവർത്തിച്ചുകൊണ്ടേ ഒരു വർഷത്തോളം ആവർത്തിച്ചുകൊണ്ട് പുറത്തുള്ള ആൾക്കാർക്ക് പോരാട്ടോ അല്ലോ. അപ്പോ ഈ ഉപദേശം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു ഉപദേശം പറഞ്ഞുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി. ഒരു വർഷം തികഞ്ഞപ്പോൾ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇനി ഇതിനേക്കാൾ വലിയൊരു ഉപദേശം ഒന്നുകൂടി ലഭിക്കുമോ എന്ന് കരുതിയിട്ട് തന്റെ ഉരുനാഥനായ ശൈഖായ അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു അൻഹു രണ്ടാമതും ക്ഷമിപ്പിച്ചു. പിറ്റത്തെ വർഷമാണ് ചെല്ലുന്നത്. ആ സമയത്ത് പിന്നെയും രണ്ടുപേരും പല തമാശകളും പറഞ്ഞ് പല വിഷയങ്ങളും ചർച്ച ചെയ്തു. പോകുന്ന സമയം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഒരു ഉപദേശം കൂടി ലഭിക്കാൻ വേണ്ടി ഔസിനി എന്തെങ്കിലും ഉപദേശം തരണം എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റത്തെ വർഷം ചെന്നപ്പോഴാണ് ബുദ്ധിയും തന്റെയിടമുള്ള ആളുകൾ, ബുദ്ധിയുണ്ട് തന്റെ ഇടമുണ്ട് ഒക്കെയുള്ള ആളുകൾ ദീനി വിജ്ഞാനം പഠിക്കാൻ വരാത്തത് മോശമല്ലേ അഹ്മദ്? ദീനിയായ വിജ്ഞാനം പഠിക്കാതെ മറ്റു മേഖലകളിലേക്ക് തിരിയുന്നു. ബുദ്ധിയുണ്ട് തന്റെ ഇടമുണ്ട്, അവർക്ക് ഭാവിയുണ്ട്, പക്ഷേ രക്ഷിതാക്കൾ അതിന് ശ്രമിക്കുന്നില്ല. ബുദ്ധിയും തന്റെ ഇടമുള്ള ആളുകൾ വിവരമില്ലാതെ പോകുന്നത് മോശമല്ലേ? അതേ ഡോക്ടർമാർക്ക് രോഗം വരുന്നത് മോശമല്ലേ? രോഗം ചികിത്സിക്കേണ്ടവരാണ് ഡോക്ടർ, പക്ഷെ ഡോക്ടർമാർക്ക് രോഗം വന്നാലോ അതേ കുട്ടികളെ ഉപദേശിക്കേണ്ടവരെ രക്ഷിതാക്കൾ തന്നെ മോശമായാലോ പലതിലേക്കും വിരൽ ചൂണ്ടുന്ന ഉപദേശമാണ്. ഡോക്ടർമാർക്ക് രോഗം വരുന്നത് മോശമല്ലേ? പരസ്പരം സ്നേഹിക്കേണ്ട ആളുകൾ പിണങ്ങുന്നത് മോശമല്ലേ? യഥാർത്ഥത്തിൽ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് സൃഷ്ടികളോടുള്ള ബാധ്യതകളാണ്.
അള്ളാഹിനോടുള്ള ബാധ്യതകൾ ചിലപ്പോൾ അള്ളാഹ് ഗഫൂറാണ് ഗഫാറാണ്. പാതിരാ സമയത്ത് പടച്ചറപ്പിന് ശിക്ഷ കൊടുത്തുകൊണ്ട് നല്ല കണ്ണുനീർ ഒട്ടിച്ചാൽ ചിലപ്പോൾ പടച്ചോൻ പോകും. പക്ഷേ സൃഷ്ടികളോട് എന്തെങ്കിലും ചെയ്താൽ, കൂട്ടുകാരെ വെറുപ്പിച്ചാൽ, മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ, അത് ഭാര്യമാരെ വെറുപ്പിച്ചാൽ, ഭർത്താവിനെ വെറുപ്പിച്ചാൽ, അയൽവാസികളെ ദേഷ്യപ്പെടുത്തിയാൽ, കുടുംബക്കാരെ വെറുപ്പിച്ചാൽ അവര് പൊരുത്തപ്പെട്ട് തരാതെ പടച്ചോൻ കൊടുക്കില്ല. നമ്മൾ 1000 റക്അത്ത് നിസ്കരിച്ചാലും പടച്ചവനോട് കണ്ണീരൊലിപ്പിച്ചാൽ പടച്ചവൻ അവിടെ റൈറ്റ് ആയാലും ഇവിടെ ശരിയാവുള്ളൂ. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. സൃഷ്ടാവായ അല്ലാഹുവിനോട് നാം ശ്രദ്ധിക്കേണ്ട ബാധ്യതകൾ ഒരു നിലക്ക് നോക്കുമ്പോൾ സൃഷ്ടികളോടുള്ള ബാധ്യതകളാണ്. ഇന്ന് മാതാപിതാക്കളെ കാര്യം ശ്രദ്ധിക്കാതെ പോകുന്ന പലരുമുണ്ട്. ആരാണ് മാതാവ്, ആരാണ് പിതാവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞല്ലോ, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അല്ലാഹുവിന്റെ ഒരിക്കലും മാറ്റമില്ലാത്ത തീരുമാനമാണ് അല്ലാഹുവല്ലാതെ ആരാധിക്കരുത്. പിന്നീട് പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഖിദ്മ ചെയ്യണം. അത് ചെറിയ വിഷയമല്ല. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പടച്ചവനോട് ചോദിക്കുന്നുണ്ട്, അരിനീ റഫീഖി ഫിൽ ജന്നാ. പടച്ചോനെ എനിക്ക് സ്വർഗം തരും, ഞാൻ നബിയാണ്. പക്ഷെ ഞാൻ സ്വർഗത്തിൽ എത്തിയാൽ എന്റെ അടുത്ത് സീറ്റുള്ള ആളൊന്നും എനിക്ക് കാണിച്ചു തരുമോ? നല്ല ചോദ്യമാണ്. അരിനീ റഫീഖി ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലെത്തിയാൽ എന്റെ അടുത്ത് സീറ്റുള്ള വ്യക്തിയെ നീ കാണിച്ചു തരുമോ? ആരാ ചോദിക്കുന്നത്? കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോടാണ് ചോദിക്കുന്നത്. ആ സമയത്ത് പടച്ചോൻ അറിയിച്ചു. പടച്ചോൻ പറഞ്ഞു, ഇദ്ഹബ് ഇലാ മദീനത്തി കദാ വ കദാ, നീ ഇന്നാല നാട്ടിൽ പോ. ഇന്നാല സ്ഥലം പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്ഥലം പറഞ്ഞു, അവിടെ നീ ചെന്നാൽ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടാവും. ആ ചെറുപ്പക്കാരനാണ് എന്റെ കൂടെ സ്വർഗത്തിൽ അടുത്തിരിക്കും, നിങ്ങളെ കൂടെ സ്വർഗത്തിൽ അടുത്തിരിക്കുന്ന ആരാണ്? ആ ചെറുപ്പക്കാരനാണ്. മൂസാ നബിക്ക് വലിയ സന്തോഷമായി, വലിയ ആവേശമായി. ഫസാറ ഇലൽ മദീന, ആ നാട്ടിലേക്ക് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ വലിയ വാഹനവും വാങ്ങിയിട്ട് വണ്ടി വാങ്ങിയിട്ട് യാത്ര ചെയ്തു. വലിയ ചെലവ് വന്നിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ആ അങ്ങാടിയിലെത്തി. എത്തിയപ്പോ കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പക്കാരനെ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത എല്ലാ വിശേഷണങ്ങളും ഈ ചെറുപ്പക്കാരനിലുണ്ട്. ആ ചെറുപ്പക്കാരോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അനാ ലൈഫുക, ഞാൻ നിങ്ങളെ ഗസ്റ്റാണ്, വിരുന്നുകാരനാണ്. നിങ്ങളെ കൂടെ ഒന്ന് അന്തി ഉറങ്ങാൻ എനിക്ക് നിങ്ങൾ അനുവദിക്കുമോ? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, റളീതു, എനിക്ക് തൃപ്തിയാണ്, നിങ്ങൾ കൂടെ വന്നാൽ എനിക്ക് തൃപ്തിക്കേടൊന്നുമില്ല. പക്ഷേ ഞാനാണ് ഒരു സാധു മനുഷ്യനാണ്. എന്റെ വീട്ടിൽ സൗകര്യമൊന്നുമില്ല. എന്റെ വീട്ടിലുള്ള ചെറിയ ചെറിയ സൗകര്യം ഉപയോഗപ്പെടുത്തി നിൽക്കാൻ കച്ചൂച്ചിയിൽ നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ കൂടെ കൂടി. അപ്പൊ മൂസാ നബി എനിക്ക് അങ്ങനെ സൗകര്യം ഒന്നും, കാരണം മൂസാ നബി എനിക്ക് അങ്ങനെ സൗകര്യത്തിന്റെ ഇതൊന്നുമില്ല, നിങ്ങളെ കൂടെ ഒരു ദിവസം നിന്നാൽ മതി. മൂസാ നബി ഇയാളെ എന്താണ് നമ്മളൊന്നും ചെയ്യാത്ത പുറത്തിന്, കാരണം മൂസാ നബിന്റെ അടുത്തുള്ള സീറ്റ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിച്ചു. മൂസാ നബിയാണെന്ന് ചെറുപ്പക്കാരൻ അറിയില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ രാവിലെ സമയത്ത് കണ്ടത്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ വൈകുന്നേരമാകും. ഞാനൊരു കട നടത്തുന്നു, ഒരു ഇറച്ചിക്കട നടത്തുന്നു. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ വൈകുന്നേരം പോകാറ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചെറുപ്പക്കാരനെ കൊടുക്കുന്നു. അദ്ദേഹത്തിന് കടയിൽ ചെന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഇറച്ചി വിൽപ്പന നടത്തുന്നതാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എല്ലാവർക്കും മാംസം അങ്ങനെ കൊടുക്കുന്നുണ്ട്. മാംസം കൊടുക്കുന്നതിനിടയിൽ നല്ല നല്ല മാംസത്തിന് നല്ല ഭാഗമുണ്ട്. അതൊക്കെ ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നത്? അത് പീസാക്കിയിട്ട് ചെറിയ ചെറിയ ഭാഗത്തിന് മാറ്റി. അല്ല, എല്ലാത്തിനും ആടാണെങ്കിലും എല്ലാത്തിനും നല്ല നല്ല ഭാഗങ്ങൾ പ്രത്യേകം നീക്കി വെക്കും. ഏതായാലും ആളുകളൊക്കെ വന്നു മാംസമൊക്കെ വാങ്ങി അല്പം എല്ലാം കഴിഞ്ഞിട്ട് ചെറുപ്പക്കാർ നമ്മൾ പോവാറ്, വൈകുന്നേരമായി. അങ്ങനെ പെരീക്ക് ചെന്നു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ ചെന്നപ്പോ ഒരു ചെറ്റക്കുടിലാണ്, സൗകര്യമില്ല. വീട്ടിൽ കയറാൻ തന്നെ വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് കയറുന്നത്. അങ്ങനെ കയറി ഇരുന്ന് നോക്കിയപ്പോ മൂസാ നബിയോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, കുറച്ചേരം ഇരിക്കുകയാണ്.
അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വീടിന്റെ പഴയ കാലത്ത് അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടായാലും മുകളിൽ തൂക്കിയിടുന്ന പതിവിടുന്നു. അപ്പൊ ഇദ്ദേഹം ഈ ചെറ്റക്കുടലിന്റെ മുകൾ ഭാഗത്ത് 2 കൊട്ട, കുറച്ച് വിശാലമായ 2 കൊട്ട അങ്ങനെ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ചെയ്തു ഒരു കൊട്ട കയറി കൊട്ട അയച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, അതിൽ വയസ്സായൊരു മനുഷ്യനുണ്ട്, അങ്ങേയറ്റം വയസ്സായിട്ടുണ്ട്, പുരികമൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കൊട്ടിയിൽ ഒരു വയസ്സായ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. വാർദ്ധക്യത്തിന് അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നപ്പോ ഈ കൊട്ടയിൽ വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ഈ വയസ്സനായ ആള് മൂത്രമൊഴിച്ചിട്ടുണ്ട്, കാഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കി വളരെ നല്ല രൂപത്തിൽ വസ്ത്രങ്ങളൊക്കെ കഴുകി നല്ല ഹിദ്മ ചെയ്ത് ഈ കൊണ്ടുവന്ന ഇറച്ചൊക്കെ വേവിച്ചിട്ട് നല്ല വെള്ളം ചായക്ക് കൊടുത്ത് നല്ല ശുദ്ധമായിരിക്കുന്ന സ്ഥലത്ത് കിടത്തിയിട്ട് നല്ല ഭക്ഷണം, വയറ് നിറയെ ഭക്ഷണം കൊടുത്തു. വയറുനിറയെ ഭക്ഷണം കൊടുത്തിട്ട് ഈ കൊട്ടിയിലാക്കിക്കാണ്ട് മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഈ കൊട്ട അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ വയസ്സായ ആളുകൾ ആ വയസ്സായ മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നു, അല്ലാഹു തആല എന്റെ ഖിദ്മ പരാജയപ്പെടുത്താതിരിക്കട്ടെ, നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. എന്നിട്ട് പിന്നെ പറയുന്നു, പടച്ചോനെ സ്വർഗത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടാളിയായി അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് ഈ വയസ്സായ ആൾ മറ്റേ കൊട്ടയും വഹിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതിലൊരു വയസ്സെത്തിയതായിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി വലിയ സാഹസപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത്. അതിനെ കൈകി വൃത്തിയാക്കി നജസൊക്കെ വൃത്തിയാക്കി നല്ല വസ്ത്രത്തിൽ കിടത്തി വെള്ളം കൊടുത്തു. എല്ലാം കൊടുത്തതിന് ശേഷം വയറ് നിറയെ ഭക്ഷണം കൊടുത്തു. ഈ ഉമ്മയും ദുആ ചെയ്യും, ഇതേ ദുആയാണ്, എന്റെ മോനെ ഭക്ഷണത്തെ കുഴക്കാതിരിക്കാൻ കുഴക്കരുത്, പരാജയപ്പെടുത്തരുത്. എന്നിട്ട് ഈ ഉമ്മയും ദുആ ചെയ്യുന്നു, മൂസാ നബി അലി ഇമ്രാന്റെ മകനായിരുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹകൂട്ടാളിയായി എന്റെ ഈ മോനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഇതങ്ങ് കേട്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണുനീര് വന്നു. മൂസാ നബി ആണെന്ന് അവരോട് പറഞ്ഞിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വീട് സ്വർഗത്തിലെ കൂട്ടാളിയെ കണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട് ഇറങ്ങിയപ്പോൾ ചെറുപ്പക്കാരൻ കൂടെ കൂടി. ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളാരാണെന്ന് പറയാതെ പോകരുത്. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിന്റെ ഉപ്പയും എന്റെ ഉമ്മയും ദുആ ചെയ്ത മൂസയുണ്ടല്ലോ, അത് ഞാനാണ്. ഇത് കേട്ടപ്പോ പെട്ടെന്ന് ബോധം കിട്ടുന്നു ഈ ചെറുപ്പക്കാരൻ. അങ്ങനെ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം കെട്ട് കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ ബോധം കെട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വയസ്സായ ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് നിന്നുകൊണ്ട് വിഷയം പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന മൂസ ഞാനാണ് എന്ന് പറഞ്ഞപ്പോ അവരപ്പൊ തന്നെ ബോധം ചെയ്തു അറ്റാക്കായി മരണപ്പെട്ടു. പിന്നീട് ഈ ചെറുപ്പക്കാരന്റെ അടുത്ത് വന്നു. ചെറുപ്പക്കാരന്റെ ബോധമൊക്കെ തെളിഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചെറുപ്പക്കാരനും കൂടി ഉമ്മക്ക് മരണപ്പെട്ടതിന്റെ ശേഷം ഉപ്പക്ക് മരണപ്പെട്ടതിന്റെ ശേഷം ചെയ്യുന്ന എല്ലാ ഖിദ്മകളും ചെയ്തു. എന്തായിരുന്നു? തന്റെ വയസ്സായിരിക്കുന്ന ഉമ്മക്കും ഉപ്പക്കും ഖിദ്മ ചെയ്ത ചെറുപ്പക്കാരനായിരുന്നു. ഖിദ്മ ചെയ്തതിന്റെ പേരിൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ സീറ്റ് കിട്ടാൻ അത് കാരണമായി എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഇതാണ് മാതാപിതാക്കൾക്കുള്ള ഖിദ്മ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾ ഖിദ്മ ചെയ്യുന്ന ഖാദിമീങ്ങളായി അല്ലാഹു തആല നമ്മെ ഖബൂലാക്കുമാറാവട്ടെ. ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ വെറുപ്പിക്കരുത്. ദീനിനെതിരിൽ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ അത് സംഗതി ദീനിനെതിരാണ്, എന്നാലും പോലും ചെയ്യാൻ പാടില്ല, വെറുപ്പിക്കാൻ പാടില്ല. ദീനിനെതിരാണ് അവർ പറയുന്നതെങ്കിൽ പോലും നീ അവരെ വെറുപ്പിക്കരുത്. മാതാപിതാക്കൾ അത്രയും വലിയ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് നൽകിയത്. നീ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ചില മാതാപിതാക്കളൊക്കെ ചില വയസ്സായി ചിലപ്പോൾ ചന്നിന്റെ അസുഖമൊക്കെ തുടങ്ങും പറയും, പലതും പലത് പറയുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന് മുന്നാതെ കിടന്നോലും പനൊക്കെ പറയും. ചിലപ്പോ വരും, അടാജി പേരെന്നാണ് ഏറ്റിക്കാന്ന്, പേരേറ്റാൻ കഴിച്ചു ചന്നി പറയുക. അപ്പൊ ചിലപ്പോ എന്താ വാപ്പങ്ങൾ പറയുന്നത്, ചന്നി പറയുന്നവരങ്ങോട്ട് പറയാൻ പാടില്ല. ബാപ്പ പേരേറ്റാൻ പറഞ്ഞാൽ എന്താ ഉസ്താദുമാര് പഠിപ്പിച്ചത്, പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്? നാം പേരേറ്റാൻ വേണ്ടി പോണം,
കയ്യൂല എന്ന് പറയരുത്. മാതാവ് എന്ത് പറഞ്ഞാലും ഉപ്പ എന്ത് പറഞ്ഞാലും കയ്യില്ല വാക്ക് പറയരുത്. നാം കാരണത്തിൽ അവർ വിഷമിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നത്. എത്രയോ വലിയ വലിയ മഹത്വക്കൾ മാതാപിതാക്കളെ വെറുപ്പിച്ചതിന്റെ പേരിൽ സ്വഹാബിയായിരിക്കുന്ന വ്യക്തി പോലും മഹാനായ ഉമ്മ ഒരിക്കൽ വിളിച്ചപ്പോൾ ഉത്തരം ചെയ്യാത്തതിന്റെ പേരിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കലിമ ചെല്ലാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ജുറൈജ് റളിയല്ലാഹു അൻഹു ഹദീസിലില്ല, റിയാസ് സ്വലീഹിലില്ല, ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി പോലുള്ള ഹദീസാണ്. ആള് സ്വഹാബിയാണ്, പക്ഷേ കലിമ ചെല്ലാൻ കഴിയുന്നില്ല. എന്തേ കാരണം? സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചു എന്നതായിരുന്നു കാരണം. സുന്നത്ത് ഞാൻ കഴിഞ്ഞ സ്വലാത്തിന്റെ മജ്‌ലിസിൽ കഴിഞ്ഞതിന് തൊട്ടുമ്പത്തെ മജ്‌ലിസിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാം സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഉമ്മ വിളിച്ചാൽ ഉപ്പ വിളിച്ചാൽ അവർ ടെൻഷൻ അടിക്കുമെങ്കിൽ ഉത്തരം ചെയ്യുകയാണ് വേണ്ടത്. നിസ്കരിക്കാണ് ചിലപ്പം ഒരു നിസ്കാരം നിസ്കാരത്തിലാണ് വിളിക്കുന്നതെങ്കിൽ ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യണം. ഉത്തരം ചെയ്യാതിരിക്കും ചെയ്യണം. പക്ഷെ അവർ ടെൻഷൻ അടിക്കുമെങ്കിൽ ഉത്തരം ചെയ്യുകയാണ് വേണ്ടത്. ഒന്നും കയ്യില്ലെന്ന് പറയരുത്. വീട് കയറ്റാൻ പറഞ്ഞാൽ കയറ്റാൻ വേണ്ടി പോകണം. അമ്മ ഞാൻ പൊന്തിച്ചു നോക്കി, പൊന്തില് ഞാൻ പറയാം. എന്നാലും അതിന്റെ ആമുഖത്തിൽ പ്രാരംഭ കാര്യത്തിൽ നാം ചെയ്തു കൊടുക്കണമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. ഒന്നും ഇല്ലെന്ന് പറയരുത്. അത്രക്കും വലിയ പവറാണ് മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് മാ അഖ്ബഹൽ ജഹ്ല ബിൽ അലിബായി പരസ്പരം സ്നേഹിക്കേണ്ട ആളുകൾ, സൗഹൃദത്തിൽ ഏർപ്പെടേണ്ട ആളുകൾ പരസ്പരം പിണങ്ങി നിൽക്കുന്നത് മോശമല്ലേ അഹ്മദ്? ഈ ഉപദേശം മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പിന്നെയും 1 വർഷത്തോളം പറഞ്ഞു നടന്നു എന്നാ പറഞ്ഞത്. പിന്നെ 3-ാമത്തെ വർഷം ചെന്നു. പക്ഷെ അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു പറഞ്ഞു, നിനക്ക് 2 വർഷവും തന്ന ഉപദേശം അതനുസരിച്ച് നീ ജീവിച്ചാൽ വിജയം ഉറപ്പാണ്. സയ്യിദുനാ അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഈ ഉപദേശം അങ്ങ് സ്വീകരിച്ചു, ജീവിച്ചു എന്ന് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. മറ്റുള്ള മഹത്തുക്കളിൽ നിന്ന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വേർതിരിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. മനുഷ്യേതര ജീവികളോട് വലിയ കാരുണ്യമാണ്. മനുഷ്യേതര ജീവികളോട്, മനുഷ്യന്മാരോട് കാരുണ്യമുണ്ട്, മറ്റുള്ള ജീവികളോട്. നായക്ക് വ്രണം ബാധിച്ച് അവശനായി നിന്നിരുന്ന നാട്ടുകാരൊക്കെ തന്റെ നാട്ടിൽ നിന്ന് പുറത്തു ചാടിച്ചിരുന്നായിരിക്കണം. നായക്ക് ഹിദുമ ചെയ്ത മഹാനാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ മുറിവുണങ്ങാൻ വേണ്ടി മരുന്ന് വെച്ച് കെട്ടി വാസനിച്ചിട്ട് ജനങ്ങൾ തടുക്കാൻ കഴിയാത്ത അവസ്ഥയെത്തിയിരുന്നു. അങ്ങനത്തെ നായക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുത്ത മഹാനാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഒളു എടുക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോഴാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു കൊതുകിയിരിക്കുന്നത്. ശിഷ്യന്മാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? നിസ്കരിക്കാൻ, ഇമാമത്ത് നിൽക്കാൻ വേണ്ടി. ഉസ്താദ് വരുന്നില്ല. ഉസ്താദ് കൈ ഇങ്ങനെ നീട്ടിയിരിക്കുന്നു. അപ്പൊ എന്താ നോക്കും? കുട്ടികൾ ചെന്ന് നോക്കിയപ്പോ കൊതുകാണ് പോയത്. അപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആ പാവൻ ജീവിന്റെ ഭക്ഷണം മുടക്കിയാലോ? ഇങ്ങനെ മനുഷ്യേതര ജീവികളോട് വലിയ കരുണയുള്ള വ്യക്തിയായിരുന്നു മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. മനുഷ്യേതര ജീവികളോട് നമുക്ക് കരുണ വേണം. അത് നമ്മുടെ ആത്മീയ രംഗത്ത് ഉയരുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് ഈ ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതായി കാണാം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഹജ്ജ് വേളയിൽ മദീനത്ത് ചെന്ന സമയത്ത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ചുകൊണ്ട് പല പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പിന്നീട് അവസാനം പറയുന്ന ഫീ ഹാലത്തിൽ ബൈദി റൂഹി കുൻതു റുസിലുഹാ തുഖ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി. ധൈര്യമുണ്ടോ നമുക്കിങ്ങനെ പറയാൻ? ദൂരദിക്കിൽ നിന്ന് ഈ ഹാലത്തിൽ മദീനത്തെത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന, നബിയേ, ഞാൻ എല്ലാ ദിവസവും ആസ്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്.
നമ്മൾ രണ്ടുപേരും ആത്മീയ ബന്ധമുണ്ട്. ഇന്നൽ ഈമാന ലയഗ്രിസുൽ മദീനത്തി കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. ഒരു സർപ്പം മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എപ്പോഴും മാളത്തിലെത്തണമെന്ന ചിന്തയാണ്. അതേ പുറത്തിറങ്ങി ഇര തേടാൻ വേണ്ടി പുറത്തിറങ്ങിയതാണെങ്കിലും പിന്നീടും ആ സർപ്പത്തിന്റെ ചിന്ത പിന്നെയും മാളത്തിലെത്തണമെന്നാണ്. ഇതുപോലെ മുഅ്മിനായ മനുഷ്യനാണോ? ഇന്നൽ ഈമാന ലയഗ്രിസുൽ മദീനത്തി കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സെപ്പോഴും മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. മദീനയുമായി ബന്ധം വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ബന്ധം വേണം. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും തുറദു അലയ്യ അഅ്മാലുക്കും ഫമാ റഅയ്തു മിൻ ഖൈറിൻ ഹമിത്തുല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. തുറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങൾ ചെയ്യുന്ന സർവ്വ പ്രവർത്തനങ്ങളും സർവ്വകർമ്മങ്ങളും എന്റെ മേൽ വെളിവാക്കപ്പെടുന്നു. ഞാൻ അറിയുന്നുണ്ട്, ആരും അറിയാതെ. ഉപ്പ അറിയരുതെന്നുണ്ട്, ഉമ്മ അറിയരുതെന്നുണ്ട്, അതെ തന്റെ ഉസ്താദ് അറിയരുതെന്നുണ്ട്. ആരും അറിയാതെ നമ്മുടെ പ്രൈവറ്റ് റൂമിൽ വെച്ചുകൊണ്ട് നാം സ്വന്തമായി ചെയ്യുന്ന തെറ്റില്ലയോ? അതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞുപോയി, മുത്തുനബി കണ്ടുപോയി. നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും മദീനയിലെത്തിക്കാൻ ഒരു മലക്കിനെ തന്നെ അല്ലാഹു പടച്ചിട്ടുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സർവ്വറാവിമാരും ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ 100% യോഗ്യതയുള്ള ആളുകളാണെന്ന് മജ്മഉ സവായിദിൽ പറയുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ റഅയ്ത മിൻ ഖൈറിൻ ഹയ്യത്തുല്ലാഹ്. എന്റെ ഉമ്മത്തിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായി ഞാൻ അറിയുമ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് പറയുന്നു. അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിന്ന് അറിയുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ വേണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നുകൊണ്ട് പറയുന്നു, എന്റെ ആത്മാവിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. ഫഹദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹലറത് ഫംദുദ് യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി. എത്രയോ ദൂരം എന്നുകൊണ്ടാണ് എന്റെ ആത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാ എന്ന് എന്റെ മനസ്സിന് ഞാൻ ഇങ്ങോട്ട് തിരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്റെ ഭൗതിക ശരീരം തന്നെ ഇപ്പോൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ കൈയൊന്ന് നീട്ടിത്തരണം, എന്റെ ചുണ്ടൊന്ന് വെക്കാനാണ്. 90,000 ആളുകൾ അന്നത്തെ ഹജ്ജിന് വന്നത് മദീനയിൽ അന്നത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് ഇമാം സുയൂത്തി ഹാവിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിന് സാക്ഷിയാണെന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തി. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പല പ്രമുഖരും ആ സംഭവത്തിന് സാക്ഷിയാണ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടാൽ അതേ ഒരു മുഹിബ്ബായ വ്യക്തി, സ്നേഹിക്കുന്ന വ്യക്തി, സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി ഹബീബിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവിടുന്ന് ഒരിക്കലും നിരാശരാക്കില്ല. മഹാനായ സുൽത്താനുൽ ആരിഫീൻ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ ഫമദ്ദ യദഹു ശരീഫാ, ആ ശരീഫായ കൈ മുത്തുനബി നീട്ടി. മിൻ ഖബ്രിഹിൽ കരീം, ഖബറിൽ നിന്ന് നീട്ടി എന്ന് മാത്രമല്ല മദീനയൊട്ടാകെ പ്രകാശിക്കുകയാണ്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ചുംബിച്ചു. ചരിത്രം സാക്ഷിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയ മഹത്വമുള്ള മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. ഇവരെ അനുസ്മരിക്കാൻ, ഇവർ വഫാത്താകുന്ന മാസം വരുമ്പോൾ അവരെ അനുസ്മരിക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. അമ്പിയാക്കളെ കുറിച്ച് പറയുന്നത് ഇബാദത്താണ്, സജ്ജനങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ദോഷം പൊറുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്.
മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദറജ അല്ലാഹുവിനെ ഉയർത്തണം അല്ലാഹ്. അവരുടെ മദദ് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, ഞങ്ങളുടെ ഉപ്പമാര്, ഉമ്മമാര്, അതേ വേണ്ടപ്പെട്ട പലരും മൂത്താപ്പമാര്, മൂത്തമ്മമാര്, അമ്മാവന്മാര്, അമ്മായിമാര്, അയൽവാസികൾ, കുടുംബക്കാരും പലരും ഖബറിലാണ് അല്ലാഹ്. അവർക്ക് നീ സുഖജീവിതം നൽകണമല്ലോ, മഗ്ഫിറത്ത് നൽകണമല്ലോ. പടച്ചോനെ, അവരെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധുക്കളായി ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ലോ.